ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മല്ലു ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നാട് മുഴുവൻ പുതുവെള്ളം പാഞ്ഞൊഴുകുമ്പോൾ നാട്ടുകാർ മുഴുവൻ അതിൽ മീനിൻ്റെ പുറകെയാണ്. ഇതേ കൂടെ നമ്മളും ഉണ്ട്. നമുക്ക് ചുമ്മാ വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം മഴയാണെങ്കിൽ നമുക്ക് മീൻ കിട്ടുന്നത് കൊണ്ട് ഈ മഴ നനഞ്ഞ് മീൻ പിടിക്കുന്ന ഒരു വല്ലാത്ത ഹരം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ലേറ്റായിട്ടാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ട് നമുക്ക് ഏറെക്കുറെ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു കാശ് നഷ്ടമോ ചിലവോ ഒന്നും ഉള്ളതല്ല, മറിച്ച് നമുക്കത് എപ്പോഴും നല്ലൊരു സപ്പോർട്ടായിരിക്കും നിങ്ങളൊരു സബ്സ്ക്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നമ്മുടെ ചാനൽ രണ്ട് സൈഡിലായിട്ട് വീശാനായിട്ട് രണ്ട് പേര് ഇത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒഴുക്കിനെതിരെ കയറുന്ന മീനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് നമുക്കറിയാൻ പറ്റും, നല്ല ഓളമായിരിക്കും. ഒഴുക്കിനെതിരെ മീൻ കയറി വരുന്ന ടൈമിൽ നല്ല ഓളം അറിയാൻ പറ്റും. ആ ഒരു ടൈമിലാണ് കേട്ടോ വീശുന്നത്. ആ ഒരു മൊമെൻറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. മഴയായതുകൊണ്ട് നമുക്ക് ഒത്തിരി വീഡിയോ മിസ്സായിട്ടുണ്ട്. കഴിഞ്ഞ വീശിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരമാണെന്നുണ്ടെങ്കിൽ മഴ കാരണം നമുക്ക് ഫോൺ വെളിയെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ ഒരവസ്ഥയായിരുന്നു. ഇതിപ്പോൾ മീനെ കണ്ട് വീശിയിട്ടുണ്ട്. ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് ഇനി കരയ്ക്ക് കയറുമ്പോൾ അറിയാം. നമുക്ക് ആ സെൻട്രൽ ഭാഗം കറക്റ്റ് കവർ ആവത്തില്ല, അതുകൊണ്ട് തന്നെ മീന് കൂടുതലും അതുവഴിയായിരിക്കും പോകുന്നത്. രണ്ട് സൈഡിൽ നിന്ന് വീശിയാലുമേ ഇത് ഈ വീശിൽ ഒന്നേ ഉള്ളു, അപ്പുറത്തും ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ ഒന്നും രണ്ടും ഒക്കെ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് നല്ല ചാകരയായിരിക്കും. അടുപ്പിച്ച് 8, 10, 16 ഒക്കെ കിട്ടുന്ന വീശുകളുമുണ്ട്. അപ്പോൾ ഓരോ തവണ നമ്മൾ എല്ലാ തവണയും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ വീശുമ്പം. നമുക്കതായാലും കഴിഞ്ഞ വീശിന് നല്ലൊരു വാള കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ അവസാനം കാണിക്കാം. ഇപ്പോൾ അടുത്ത വീശിന് റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, ആ സെൻറ്റർ ഭാഗം കവറാകത്തില്ല. എപ്പോഴും മീൻ ആ ഒരു വിഷയത്തിലായിരിക്കും ചിലപ്പോൾ പോകുന്നത്. നല്ല രീതിയിൽ ഒഴുക്കുള്ള ഭാഗത്തോടായിരിക്കും മീൻ കവർ ചെയ്ത് കയറി പോകുന്നത്. എന്തായാലും ഈ മഴയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മീനും പിടിച്ച് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവണം. ഇതിനകത്ത് മീൻ കുറവാണ്. ഇപ്പോൾ 2-3 തവണയായിട്ട് നമുക്ക് 1, 2 ഒക്കെ വെച്ച് കിട്ടും. അങ്ങനെ വീശുന്നതെല്ലാം നമ്മളെടുത്ത് വീഡിയോ ഇടാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ടൈമിൽ നിൽക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീൻ കിട്ടുന്നതും അങ്ങനെയുള്ള വീശുകൾ മാത്രമായിരിക്കും. ചിലപ്പോൾ 2-3 വീശ് മാത്രമേ എടുത്ത് കാണിക്കത്തുള്ളായിരിക്കും വീഡിയോയിൽ. കൂടുതലും നമുക്ക് മീനില്ലാത്ത വീശുകൾ കേട്ടോ കൂടുതലും. കാരണം ഒത്തിരി തവണ അടുപ്പിച്ചടുപ്പിച്ച് വീശിയിട്ട് നമുക്ക് മീൻ കിട്ടാതൊക്കെ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ഇനി 1, 2 ഒക്കെ കിട്ടി തുടങ്ങും. പിന്നെ നല്ലപോലെ കിട്ടുകയും ചെയ്യും. നമുക്കിപ്പോൾ കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ തൂളിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. അതിന് വേറെ അടുത്തൊക്കെ എന്തോ പറയുന്ന പേര് നമുക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ തൂളി എന്നാണ് പറയുന്നത്. തൂളി, സിലോപ്പി, വാള, പിന്നെ വാഹ അങ്ങനെയുള്ളതൊക്കെ കിട്ടുന്നുണ്ട് നമുക്കിപ്പം. ഇത് മഴയൊക്കെ അത്യാവശ്യം തോന്നി കേട്ടോ. അതോടുകൂടി തന്നെ നമ്മുടെ മീനിൻ്റെ കയറ്റമൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ മീനെ കൊണ്ടുപോകാനോ കച്ചവടത്തിന് കൊണ്ടുപോകാനുള്ള പരിപാടി നോക്കുക. ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ് നമുക്ക് കിട്ടിയ വാള. അത്യാവശ്യം നല്ല സൈസ് ഒരു വാളയാണേ, നാടൻ വാള. നല്ല ആക്റ്റീവാണ് പുള്ളി. അതേ അപ്പുറത്ത് മീൻ തിരിക്കുന്നുണ്ട്, നമുക്ക് അത് നോക്കാം. ഇത് തൂളിയാട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത്. അതിനകത്ത് സിലോപ്പിയും ഉണ്ട്, പിന്നെ ഒരു വാഹയുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ മീൻപിടുത്തത്തിൻ്റെ ഒരു ആരംഭം മാത്രമാണ്. ഇനി നല്ല രീതിയിൽ വെള്ളം കയറി കഴിയുമ്പോൾ നമുക്ക് രാത്രി മീൻ പിടിക്കാൻ ഇറങ്ങുന്ന അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ആരും മിസ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.